നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് മുമ്പിൽ തളർന്നിരിക്കുന്ന ധാരാളം പേർ വന്നെത്താറുണ്ട്. ആ തളർന്നവരെ ഒന്ന് ബലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ കടബാധ്യതയാകാം, ഒരുപക്ഷെ ശാരീരിക പ്രശ്നമായിരിക്കാം. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നതിനുപരി അവരെ നിങ്ങൾക്ക് ഒന്ന് താങ്ങി പിടിക്കുവാൻ കഴിയുന്നുണ്ടോ? ചിലർക്കൊക്കെ അങ്ങനെ വലിയ കൃപയുണ്ട്. ഇന്ന് ചിലർക്കൂടെ ആ പുതിയ കൃപ കർത്താവ് തരാൻ പോവാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ഇവിടെ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങിപ്പിടിക്കാൻ എല്ലാ വഴികളും അടഞ്ഞാണ് ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വരുന്നത്. ആ വ്യക്തിയെ മുറിവേൽപ്പിച്ച് അവൻ്റെ കുറ്റങ്ങളും അവൻ്റെ കുറവുകളും പറഞ്ഞ് വീണ്ടും അവനൊരു കുഴി വെട്ടി അതിനകത്ത് അവനെ അടക്കുന്നവനായി തീരാതെ വാക്കുകൊണ്ട് നിങ്ങൾ അവനെ ഒന്ന് താങ്ങിപ്പിടിച്ചാൽ നിങ്ങൾ എപ്പോഴും ആ വ്യക്തിക്ക് ഒരനുഗ്രഹമായിരിക്കും. ഞാൻ ഒരിക്കൽ ഒരു വ്യക്തിയുടെ സാക്ഷ്യം കേട്ടു. അദ്ദേഹത്തിന് ക്യാൻസർ എന്ന രോഗം പിടിച്ചു. ചികിത്സിക്കാൻ പൈസയില്ല. ഓരോ സ്ഥലങ്ങളിലും പോയി ഓരോരുത്തരോട് സഹായം ചോദിക്കുക. ഒരു ദിവസം ഒരു വഴിയിൽ വെച്ച് ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യൻ കുറേ പൈസ കൊടുത്തു. എന്നിട്ട് അത് വിളിച്ചൊരു കോഫി ഷോപ്പിൽ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരുമ്പോൾ പറഞ്ഞു, ഞാനോ മറ്റാരോ നിങ്ങൾക്ക് എത്ര രൂപ തന്നാലും നിങ്ങളുടെ ആവശ്യത്തിന് തികയത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞുകൊണ്ട്, നിന്റെ എല്ലാ ആവശ്യവും നടത്താൻ ആ ദൈവം ശക്തനാണ്. കുറേ കാര്യങ്ങൾ ആ മനുഷ്യൻ അങ്ങോട്ട് പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടുന്ന് എഴുന്നേറ്റത് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ. മുമ്പോട്ട് എൻ്റെ ട്രീറ്റ്മെന്റിന് ആവശ്യമായ പണമെല്ലാം പലരും ഒരുക്കി തന്നു. ട്രീറ്റ്മെന്റ് വിജയിച്ചു. ഇന്ന് 5 വർഷമായി ഞാൻ അത്ഭുതകരമായ സൗഖ്യത്തോടെ ജീവിക്കുക. ഒരു മനുഷ്യൻ ഒത്തിരി പേർ പണം കൊടുത്തു, പക്ഷെ ഈ മനുഷ്യൻ പണവും കൊടുത്തു, വാക്കുകൊണ്ട് ആ മനുഷ്യനെ താങ്ങി പിടിച്ചു. സ്നേഹിത, നിന്റെ അടുക്കൽ വരുന്നവനെ സഹായിക്കാൻ നിനക്ക് പരിമിതികളുണ്ട്. പക്ഷേ വാക്കുകൊണ്ട് താങ്ങിപ്പിടിക്കുവാൻ നിനക്ക് ശിഷ്യന്മാരുടെ നാവിനെ കർത്താവ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. തളർന്നിരിക്കുന്നവരെ ഈ ദിവസങ്ങളിൽ താങ്ങിപ്പിടിക്കാം. നമുക്കൊന്നിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ഞങ്ങളെ വാക്കുകൊണ്ട് താങ്ങിപ്പിടിക്കാൻ ചിലരെയൊക്കെ ഞങ്ങളുടെ മുമ്പിലും പുറകിലും സൈഡിലും ഒക്കെ തരണമേ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ദിവസങ്ങളിൽ തളർന്ന ചിലരെ താങ്ങിപ്പിടിക്കാൻ നിനക്ക് വിശേഷ കൃപ ദൈവം തരും. ഗോഡ് ബ്ലെസ് യു.